വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മിനി സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ നാളെ ഫിസിക്സ് എക്സാമാണ്. അപ്പോൾ നാളെ മുതൽ എല്ലാവർക്കും എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാവരും ഏകദേശം പഠിച്ചൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ കേസിൽ ഞാനും മിനിയാന്നൊരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനന്ന് കുറച്ച് സബ്ജക്റ്റ് വെച്ച് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്നെങ്കിലും ആദ്യത്തെ 2 ദിവസം മാത്രം എഫക്റ്റീവായി നടന്നു. പിന്നെ അതൊരു ഫ്ലോപ്പ് അങ്ങനെ ആയത് കേട്ടോ. അപ്പോൾ ഇന്നലെ മുതൽ പിന്നെ കാര്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിരുന്നു ശനിയാഴ്ച മുതൽ. കാരണം ഇനി പഠിക്കാൻ സമയമില്ല. അപ്പോൾ ആ ഒരു ഇത് വരുമ്പം പിന്നെ ഇതിൻ്റെ ഒരു കാര്യത്തിൽ പറയുമ്പോൾ ലാസ്റ്റ് സമയത്താണ് കൂടുതൽ പഠിക്കാൻ വേണ്ടി ഒരു ആവേശം കയറി വരും. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ ഉറക്കം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ സമയം കുറവായിരിക്കും, അതായിരിക്കും മെയിൻ ഒരു വിഷയമായിട്ട് വരിക. അപ്പോൾ ഏതായാലും ഫിസിക്സിൽ 10 ചാപ്റ്റേഴ്സാണ് വരുന്ന എക്സാമിനുള്ളത്. അപ്പോൾ അതിൽ റേ ഓപ്റ്റിക്സ് ഒക്കെ നല്ല വെയിറ്റേജുള്ള വലിയ ചാപ്റ്ററാണ്. അപ്പോൾ അതൊക്കെ ഞാൻ മുന്നേ എക്സാം നടത്തുമ്പോൾ വലിയ കാര്യമായിട്ട് പഠിക്കാത്ത ചാപ്റ്റർ, കുറേ ഡെറിവേഷൻസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര മടുപ്പാണ് പഠിക്കാൻ. അപ്പം അങ്ങനെ മാറ്റി വെച്ചൊരു ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ ഇന്നലെ അപ്പോൾ അത് രാത്രി ഫസ്റ്റ് അതിൻ്റെ വീഡിയോ ക്ലാസ് ഇരുന്ന് കണ്ടു. സൈലത്തിന് ലൈവ് ഉണ്ടായിരുന്നുണ്ട്. അപ്പം അതിൽ ഇതൊക്കെ നല്ല അടിപൊളി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ്സായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ റേ ഓപ്റ്റിക്സും വേവ് ഓപ്റ്റിക്സൊക്കെ ക്ലാസ്സിൻ്റെ നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ട് ആ 2 ചാപ്റ്റേഴ്സും നല്ല വൃത്തിക്ക് തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ ഇടയിൽ കുറേ കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി SSLC സ്റ്റുഡൻറ്റ് വരെ ഒരു കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ 10th കൂടുതൽ പഠിക്കേണ്ട വെച്ചാൽ ഇല്ലയെന്ന് ഇപ്പം +1 +2 അനുഭവിച്ചപ്പം 10ാം ക്ലാസ് ഒന്നുമല്ല. അപ്പം അവർക്കൊക്കെ കൂടുതൽ പ്രീവിയസ് ഇയറൊക്കെ ഇരുന്ന് വർക്കൗട്ട് ചെയ്താൽ തന്നെ നല്ല അടിപൊളിയായിട്ട് സ്കോർ മേടിക്കാം കേട്ടോ. പിന്നെ +1 +2 എന്ന് പറയുമ്പം അത്യാവശ്യം കുറച്ച് മെനക്കെടണം. നമ്മൾ പ്രീവിയസ് ഇയറും ചെയ്യണം, പിന്നെ തിയറി കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നല്ലോണം മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഫിസിക്സ് എങ്ങനെ പഠിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എൻ്റെ രീതിക്ക് വെച്ച് പറയുമ്പോൾ ഞാൻ ഇതിപ്പോൾ ഇന്നലെ ശനിയാഴ്ച നല്ല കാര്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിരുന്നു. അപ്പം കുറച്ച് വെയിറ്റേജുള്ള ഞാൻ പഠിക്കാത്ത ചാപ്റ്റേഴ്സിന് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ക്ലാസ് കണ്ട് നോട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാതും പഠിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് മുന്നേ യൂണിറ്റ് ടെസ്റ്റിനൊക്കെ നടത്തിയ ചാപ്റ്റേഴ്സ് ഇനി കാര്യമായിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പ്രസൻ്റ്ലി നമ്മൾ മുന്നിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രമുള്ള എക്സാമിനായിട്ട്. അപ്പോൾ എല്ലാത്തും കൂടി വാരി വലിച്ച് ചിലപ്പം പഠിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ എല്ലാ ചാപ്റ്റേഴ്സിലും ഓരോ പോർഷൻസ് ഉണ്ടായിരിക്കും. ഓരോ ഭാഗത്ത് ഇന്ന ക്വസ്റ്റ്യൻസ് വരാൻ ഇത്ര ചാൻസൊക്കെ ഉള്ള അങ്ങനെ ഒരു ഭാഗമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ കുറേ നോക്കിയിട്ട് ഏത് ഭാഗമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഏരിയത്തെ കോൺസെപ്റ്റും ഡെറിവേഷൻസൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഫിസിക്സിൻ്റെ പറഞ്ഞാൽ കുറേ ഡെറിവേഷൻസാണ് നമുക്ക് ചെയ്യാനുള്ള. റേ ഓപ്റ്റിക്സിലൊക്കെ ധാരാളം ഉണ്ട്. അപ്പോൾ അതൊക്കെ പറ്റുന്നിടത്തോളം ഇമ്പോർട്ടൻ്റ് ഏതെന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ സത്യം പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു സമാധാനമാണ്. ഞാൻ പഠിക്കില്ല എന്ന് വിചാരിച്ചൊരു ചാപ്റ്ററായിരുന്നു റേ ഓപ്റ്റിക്സ്. അതിൽ കുറേ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ അത് ഫൈനലി ഞാൻ ഒരു മനസ്സുകൊണ്ട് ഇരുത്തി അങ്ങനെ എല്ലാതും ചെയ്ത് പഠിച്ച് എല്ലാ ഡെറിവേഷൻസൊക്കെ ഫുൾ സെറ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം ഡെറിവേഷൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2-3 പ്രാവശ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതി പഠിക്കുക കേട്ടോ. അപ്പോൾ അതാണ് മെയിൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ നല്ല രീതിക്ക് നമുക്ക് ഓർമ്മയൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ കുറച്ച് തിയറീസൊക്കെ വായിച്ച് പഠിക്കുക. പിന്നെ പറ്റുന്നിടത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കേസിൽ ഏകദേശം പഠിക്കാൻ പറ്റാത്ത ചാപ്റ്റേഴ്സൊക്കെ ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എക്സാമിന് ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ വിഷ് ചെയ്യുന്നു. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. ഒഴിവാക്കി വെച്ചിട്ട് നമ്മൾ കൂളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നല്ലോണം അടിപൊളിയായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. സോ താങ്ക് യു.